ഞങ്ങൾ തമ്മി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് തീരും. ഇതിപ്പോ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കണല്ലോ അവൻ. വീട്ടിൽ പോലും കയറാതെ പിണങ്ങി കിടക്കാണ് പന്നി. കുടിച്ച് ശീലമില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട. ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അതും കൂടി ഞാൻ കുടിച്ചോളാം. എല്ലാം മനസ്സിന് കളിയുന്നേ. അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്ന് കാണണമല്ല. അവന് പറ്റുകയല്ലടാ, അവനൊരു പാവാണ്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിനക്കറിയാം, പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടനെ കറിപ്പിച്ചാത്തി കുത്തിയവനവൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിനും. പക്ഷെ ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ? സത്യേട്ടൻ ആരോ ചതിച്ചു എന്ന് പറഞ്ഞത് നേരാ. അതാ ഇത്രക്ക് ദണ്ണം. എടാ, അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുതയുള്ളവരാരാ? അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ശിവേട്ടൻ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം. അന്യനാട്ടിൽ നിന്ന് വന്ന വരുത്തന്മാര് തേവരെ തോപ്പിച്ച് തേവർക്ക് ശത്രുത ഉണ്ടാവാം. പണ്ട് മുതൽ പൂങ്കാവനത്തെ കെട്ടണമെന്ന് വാശി പിടിച്ചു കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം. അതൊക്കെ പോട്ടെ, ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കണ്ണിന്, അതായത് എനിക്ക് ശത്രുത ഉണ്ടാവും. അയ്യോ, ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ.